വൈറ്റ് ഹൗസ് സംഘടിപ്പിച്ച അത്താഴ വിരുന്നിനിടെ വെടിവെപ്പ് നടത്തിയ കോൾ തോമസ് അലൻ ആക്രമണത്തിന് മുൻപായി കുടുംബത്തിന് അയച്ച സന്ദേശത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് കുറിപ്പിൽ പറയുന്നത്. താൻ ഇറാനിയൻ ഏജന്റ് ആയിരുന്നുവെങ്കിൽ മാഠ്യൂസ് തോക്കുമായി, അതായത് ഭാരമേറിയ യന്ത്രത്തോക്കുമായി അത്താഴ വിരുന്ന് നടക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു എന്ന് അക്രമി കുറിപ്പിൽ പരിഹസിച്ചിട്ടുണ്ട്. സ്ഥലത്തെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് അക്രമിയുടെ പരിഹാസം. പുറമേ നിന്നുള്ള പ്രതിഷേധക്കാരെ മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നതെന്നും ഒരു ദിവസം മുൻപേ ഹോട്ടലിൽ മുറിയെടുത്തവരെ ആരും തന്നെ സംശയിക്കുന്നില്ലെന്നും കോൾ തോമസ് അലൻ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കോൾ അലന്റെ മാനിഫെസ്റ്റോയിൽ ഇപ്രകാരം പറയുന്നു: മറ്റൊരു കവൾ കൂടി കാണിച്ചു കൊടുക്കുക എന്നത് നിങ്ങൾ നേരിട്ട് അടിച്ചമർത്തപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ തടങ്കൽ പാളയങ്ങളിൽ പീഡനത്തിനിരയായ വ്യക്തിയല്ല. വിചാരണ കൂടാതെ വധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളിയുമല്ല. സ്കൂളിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കുട്ടിയോ പട്ടിണി അനുഭവിക്കുന്ന കുഞ്ഞോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിലെ നിരവധി കുറ്റവാളികളാൽ പീഡിപ്പിക്കപ്പെട്ട കൗമാരക്കാരിയോ അല്ല ഞാൻ. മറ്റൊരാൾ അടിച്ചമർത്തപ്പെടുമ്പോൾ മറ്റൊരു കവിൾ കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്തീയമായ പെരുമാറ്റമല്ല. അത് അടിച്ചമർത്തുന്നവന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരുന്നതിന് തുല്യമാണ്. ആളപായം കുറയ്ക്കുന്നതിനായി ഞാൻ സ്ലഗുകൾക്ക് പകരം ബക്ക്ഷോട്ടുകൾ, അതായത് ഭിത്തിയിലേക്ക് അധികം തുളച്ചു കയറാത്തവയാണ് ഉപയോഗിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്താൻ ആവശ്യമാണെങ്കിൽ അവിടെയുള്ള ആരെയും വകവരുത്താൻ ഞാൻ മടിക്കില്ല. പീഡകനും രാജ്യദ്രോഹിയുമായ ഒരാളുടെ പ്രസംഗം കേൾക്കാൻ തെരഞ്ഞെടുത്തുവന്ന എല്ലാവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന അടിസ്ഥാനത്തിൽ. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണകൂട ഉദ്യോഗസ്ഥരായിരുന്നു അലന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെ തട്ടിലുള്ളവർ വരെ തന്റെ പട്ടികയിലുണ്ടെന്ന് ഇയാൾ വ്യക്തമാക്കിയിരുന്നു. പ്രസിഡന്റിനെ സൂചിപ്പിച്ചുകൊണ്ട് അലൻ ഇപ്രകാരം എഴുതി: കുട്ടികളെ പീഡിപ്പിക്കുന്നവനും രാജ്യദ്രോഹിയുമായ ഒരാളെ എൻ്റെ കൈകളിൽ അവൻ്റെ കുറ്റകൃത്യങ്ങളുടെ കറ പുരട്ടാൻ ഞാനിനി അനുവദിക്കില്ല. ശനിയാഴ്ച രാത്രി നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങൾക്ക് ശേഷം ഞായറാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അക്രമിയുടെ ഉള്ളിൽ വലിയ തോതിലുള്ള വിദ്വേഷം നിറഞ്ഞിരുന്നുവെന്നും ഈ ആക്രമണത്തിന് പിന്നിൽ മതപരമായ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അയാളുടെ ഉള്ളിൽ കുറെ കാലമായി വലിയ പകയുണ്ടായിരുന്നു. അതൊരു മതപരമായ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്ത്യൻ വിരുദ്ധമായ ശക്തമായ നിലപാടായിരുന്നു അവൻ്റേത്. അവൻ്റെ കുറിപ്പ് പുറത്തു വിട്ടോ എന്ന് എനിക്കറിയില്ല, പ്രസിഡന്റ് പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഇനി വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇത് വളരെ മോശമായ ഒരു സാഹചര്യമാണ്, അദ്ദേഹം തുടർന്നു. കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള അധ്യാപകനാണ് അക്രമിയായ കോൾ അലൻ. ഇയാൾ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ കാര്യവും ഇയാളുടെ കൈവശം തോക്കുകളുണ്ടെന്ന വിവരവും സഹോദരങ്ങൾക്കറിയാമായിരുന്നു. അവർ അലനെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു. ശനിയാഴ്ച രാത്രി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച തോക്കുമായി അലൻ അകത്തേക്ക് ഓടിക്കയറുന്നതിൻ്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് തോക്കേന്തി ഹോട്ടലിനുള്ളിലേക്ക് അലൻ കുതിച്ചു പായുന്ന വീഡിയോ ട്രംപ് തന്നെ തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു.